പലപ്പോഴും ദഹന പ്രശ്നങ്ങളുള്ളവർ ചികിത്സയ്ക്ക് വരുമ്പോൾ അവരുടെ രോഗലക്ഷണങ്ങൾ പറയുന്നതോടനുബന്ധിച്ച് തന്നെ പറയുന്ന ഒരു ലക്ഷണമാണ് ഈ വായുനാറ്റം എന്നുള്ളത്. അതിന് അവർ പല്ലിടയ്ക്ക് പോയി ക്ലീൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, അല്ലെങ്കിൽ വായുനാറ്റം ഉണ്ടാകുന്ന മറ്റ് കണ്ടീഷൻസ്, മൂക്കടപ്പ്, അങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങളൊന്നും മറ്റും അനുബന്ധ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ദഹന പ്രശ്നമുണ്ട്, ഈ വിട്ടുമാറാത്ത വായുനാറ്റമുണ്ട്. ഇങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് ഇത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ എന്താണോ അത് പൂർണ്ണമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ദഹന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വിട്ടുമാറാത്ത മലബന്ധം, കുടലിൽ അമിതമായ ചീത്ത ബാക്ടീരിയകളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ വിട്ടുമാറാത്ത പുളിച്ചിതി കെട്ടൽ, നെഞ്ചരിച്ചിൽ, ഗ്യാസിന്റെ പ്രയാസം, ഇങ്ങനെയുള്ളവരിലാണ് ഇതുപോലെ വിട്ടുമാറാത്ത വായുനാറ്റം കണ്ടുവരാറ്. എന്തുകൊണ്ട് അത് വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മലബന്ധം വരുമ്പോൾ കുടലിൽ അമിതമായിട്ട് ചീത്ത ബാക്ടീരിയകൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആസിഡ് റിഫ്ലക്സ്, പ്രത്യേകിച്ച് ഏമ്പക്കം പോലെ റിക്കറന്റ് ആയിട്ട് വരികയും അതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിൽ, പുളിച്ചിതി കെട്ടൽ ഇതൊക്കെ അനുഭവപ്പെടുകയും ചെയ്യാം. നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്കിതുപോലെ ഏമ്പക്കം വരുമ്പോൾ, ആസിഡ് റിഫ്ലക്സ് ഉള്ളവരിൽ ഇതുപോലെ ഏമ്പക്കം വരുമ്പോൾ ഇതുപോലെ മേളിലേക്ക് കയറി വരുന്ന പുളിച്ചിതി കെട്ടി വരുന്ന ദ്രാവകം, അല്ലെങ്കിൽ പാതി ദഹിച്ച ഭക്ഷണത്തിന്റെ ചില പദാർത്ഥങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് മേളിലോട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു സ്മെല്ലും, ഇതുപോലെ തന്നെ ബാഡ് സ്മെല്ല്, അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്നൊക്കെ പറയും, ഒരു വായുനാറ്റത്തിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവരിൽ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കുറവും, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.